സിവിൽ ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സാണ്. അതിൽ പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ്സും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പം പെയിൻറ്റ് എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ, അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ പെയിൻറ്റ്. നമുക്കിപ്പം ഒരു പെയിൻറ്റിന് ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു അപ്ലൈ ഈസിലി ആൻഡ് ഫ്രീലി. അത് നമുക്ക് ഈസിലി ആൻഡ് ഫ്രീലി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഡ്രൈ ഇൻ റീസണബിൾ ടൈം. അപ്പോൾ നമ്മളിപ്പോൾ സിമെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് സിമെൻറ്റ് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ അതിന് മിനിമം ടൈം മാക്സിമം ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പെയിൻറ്റും വരുന്ന സമയത്ത് ഇതിന് ഇത്ര സമയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നില്ല, എങ്കിൽ കൂടെ അതൊരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് അത് ഡ്രൈ ആയി കിട്ടണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ബെനിഫിറ്റും കിട്ടുള്ളൂ, നമുക്കത് ഡ്യൂറബിളായിട്ടിരിക്കുകയുള്ളൂ. പിന്നെ തേർഡ് വൺ നമുക്ക് നോക്കാനുള്ളത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ സർഫസ്. അപ്പോൾ നമുക്ക് ഇത് ഹാർഡും ഡ്യൂറബിൾ ആയിട്ടുള്ള സർഫസിലൊക്കെ ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആയിട്ടുള്ള ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഫോർത്ത് വൺ നോക്കാനുള്ളത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാംഫുൾ ടു ദ ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്. ഇപ്പം നോർമലി നമ്മളിപ്പം പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്യുന്ന പെയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം അവർക്കൊന്നും ഇത് ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യാൻ പാടില്ല, അവർക്ക് ഹെൽത്തിന്. നമുക്കിപ്പം കംപ്ലീറ്റ് ഹാംഫുൾ അല്ല നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പം പെയിൻറ്റിൽ അതുപോലെ പോളിഷ് ചെയ്യുന്ന സമയത്തൊക്കെ അത് നമുക്ക് ഹാംഫുള്ളാണ്, പക്ഷേ ഇത് നമുക്ക് മോസ്റ്റ്ലി ഹാംഫുൾ ആയിരിക്കരുത്, അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ഫിഫ്ത്ത് വൺ നോക്കാനുള്ളത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഈസിലി എഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫിയർ. നമുക്കിപ്പം അറ്റ്മോസ്ഫിയറിൻ്റെ എഫക്റ്റ് വരുന്ന സമയത്ത് അത് നമുക്ക് പെട്ടെന്ന് ആ ഒരു പെയിൻറ്റഡ് സർഫസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം നമുക്കിപ്പം ക്ലൈമറ്റ് ചേഞ്ചസിനൊക്കെ ആണെങ്കിലും ഒരു കംഫർട്ടായിട്ടുള്ളൊരു സോണായിരിക്കണം അത് നമുക്ക് സർഫസിൽ തരേണ്ടത്. പിന്നെ സിക്സ്ത് വൺ നോക്കാനുള്ളത് ഇറ്റ് ഷുഡ് പോസസ് അട്രാക്റ്റീവ് ആൻഡ് പ്ലീസിങ് അപ്പിയറൻസ്. നമുക്കറിയാം നമ്മളിപ്പം പെയിൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അടിക്കുകയാണെങ്കിൽ കൂടെ മോസ്റ്റ്ലി നമ്മളെ പുറത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗുഡ് അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പെയിൻറ്റ് അടിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലീസിങ് അപ്പിയറൻസ് നമുക്ക് കിട്ടണം, അട്രാക്റ്റീവും ആയിരിക്കണം. അപ്പം അതിന് കൂടെ ഓക്കെ ആയിട്ടുള്ള നമ്മൾ ഇൻഗ്രീഡിയൻസ് ആണ്, കോൺസ്റ്റിറ്റ്യൂവൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ പെയിൻറ്റിലിപ്പം ആഡ് ചെയ്യേണ്ടത്. പിന്നെ സെവൻത്ത് വൺ നോക്കാനുള്ളത് ഇറ്റ് ഷുഡ് ഫോം എ തിൻ ഫിലിം ഓഫ് യൂണിഫോം നാച്ചർ, ദാറ്റ് ഇസ് ഇറ്റ് ഷുഡ് നോട്ട് ക്രാക്ക്. നമ്മളിപ്പോൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് നമുക്കൊരു അൺഇവനായിട്ട് അത് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ലെവലല്ലെങ്കിൽ നല്ലൊരു തിൻ ഫിലിം നമുക്ക് യൂണിഫോമായിട്ട് തന്നിട്ടില്ലെങ്കിൽ അതിനൊരു നല്ലൊരു അപ്പിയറൻസും കിട്ടില്ല, അത് നമുക്ക് പ്രൊട്ടക്ഷനും തരില്ല, അടർന്ന് വീഴും. നമുക്കിപ്പം ചില വാളിലൊക്കെ നമ്മൾ അടിച്ച് വെച്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് കുറേ സമയം കഴിയുന്ന സമയത്ത് അതിൽ ക്രാക്ക് വരാനും അത് പൊളിഞ്ഞ് വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്നും ഉണ്ടാവരുത്. പിന്നെ എയ്ത്ത് വൺ നോക്കാനുള്ളത് ഇറ്റ് ഷുഡ് പോസസ് ഗുഡ് സ്പ്രെഡിങ് പവർ. നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈസിലി സ്പ്രെഡബിൾ ആണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ആ ഒരു പവറും കൂടെ ഒരു നല്ലൊരു പെയിൻറ്റിന് ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ഇറ്റ് ഷുഡ് ബി ചീപ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു 1000, 1200, 2000, 3000 ആ ഒരു സ്ക്വയർ ഫീറ്റിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യണ സമയത്ത് അത്രയും ഒരു അഫോർഡബിൾ പ്രൈസ് അല്ലെങ്കിൽ നമുക്കത് വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൂടെ നമ്മൾ പെയിൻറ്റിൻ്റെ ആ ഒരു ഐഡിയൽ പെയിൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ നമ്മൾ നോക്കിയിരിക്കണം. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്, എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടിയിട്ട് കൂടിയാണ് ഇത് പറയുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മളിപ്പം പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും, ഇപ്പം കല്ല് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കിപ്പം പെയിൻറ്റിനും വരിക. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് കോൺക്രീറ്റ്, പിന്നെ അതിൻ്റെ മേലെ പ്രൈമർ, മിഡ് കോട്ട്, ടോപ്പ് കോട്ട്. എല്ലാ പെയിൻറ്റും ഇതുപോലെയല്ല വരിക, ചിലതിന് 2 കോട്ട് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻസ് ഓൺ ഓരോ പെയിൻറ്റും. നമ്മളിപ്പം ആ ഒരു പെയിൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനിലും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നതും അത് തന്നെയാണ്, ടൈപ്പ് ഓഫ് പെയിൻറ്റ്സ്.
പലതരത്തിലുള്ള പെയിൻസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇൻറ്റീരിയർ വാളിൽ യൂസ് ചെയ്യണത്, എക്സ്റ്റീരിയർ വാളിൽ യൂസ് ചെയ്യണത്. അപ്പം അതിൻ്റെത് എന്തൊക്കെയാണ് യൂസ്ഫുള്ള്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം പെയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് പെയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ പെയിൻ്റ് ഉണ്ട്, എമൽഷൻ പെയിൻ്റ് ഉണ്ട്, എനാമൽ പെയിൻ്റ് ഉണ്ട്, സിമൻറ്റ് പെയിൻ്റ് ഉണ്ട്, ബിറ്റുമിനസ് പെയിൻ്റ് ഉണ്ട്, അലൂമിനിയം പെയിൻ്റ് ഉണ്ട്, ആൻറ്റി കൊറോസീവ് പെയിൻ്റ് ഉണ്ട്, കൊളോയിഡൽ പെയിൻ്റ് ഉണ്ട്, സെല്ലുലോസ് പെയിൻ്റ് ഉണ്ട്, ആസ്പെറ്റോസ് പെയിൻ്റ് ഉണ്ട്, ഗ്രാഫൈറ്റ് പെയിൻ്റ് ഉണ്ട്, സിന്തറ്റിക് റബ്ബർ പെയിൻ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൽ കൂടുതലും നമുക്ക് പെയിൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ വൈഡ്ലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടാവും. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ചെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് തന്നെ ഒരുപാടുണ്ട്. എങ്കിലും നിങ്ങൾ ജസ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ പെയിൻറ്റും അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ഓയിൽ പെയിൻ്റ് ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിക്കാം. ദിസ് ഈസ് ദ ഓർഡിനറി പെയിൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ജനറലി അപ്ലൈഡ് ഇൻ 3 coats ഓഫ് വേരിയിങ് കോമ്പോസിഷൻ. ദീസ് ആർ റെസ്പെക്റ്റീവ്ലി ടേംസ് ആസ് പ്രൈംസ്, അണ്ടർ കോട്ട്സ് ആൻഡ് ഫിനിഷിംഗ് കോട്ട്. നമ്മൾ ഓയിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത് 3 ലെയർ ആയിട്ടാണ്. ഫസ്റ്റ് വൺ പ്രൈമറായിട്ട്, സെക്കൻഡ് അണ്ടർ കോട്ട്, തേർഡ് വൺ ഫിനിഷിംഗ് കോട്ട്. അപ്പം ഇതിൻ്റെ ഒക്കെ ചില സമയത്ത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓയിൽ പെയിൻറ്റ് നമ്മൾ 3 കോട്ടാണ് അപ്ലൈ ചെയ്യണത്. പ്രൈമർ, അണ്ടർ കോട്ട്, ഫിനിഷിംഗ് കോട്ട്. സെക്കൻഡ് നമുക്ക് നോക്കാനുള്ളത്, ദിസ് പെയിൻറ്റ് ഈസ് ചീപ്പ് ആൻഡ് ഈസിലി ടു അപ്ലൈ ആൻഡ് ഇറ്റ്സ് പോസസ് ഗുഡ് ഒപ്പാസിറ്റി ആൻഡ് ലോ ഗ്ലോസ്. നമുക്ക് ഒരുപാട് ഗ്ലോസിനെസ് ഒന്നും തന്നെ ഓയിൽ പെയിൻറ്റ് തരുന്നില്ല. പക്ഷെ ഇത് ചീപ്പാണ്, നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് തേർഡ് വൺ നോക്കാനുള്ളത്, ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ് ദ ഓയിൽ പെയിൻറ്റ് ഷുഡ് നോട്ട് ബി അപ്ലൈഡ് ഡ്യൂറിങ് ഹ്യൂമിഡിറ്റി ആൻഡ് ഡാം വെതർ. നമ്മൾ ഒരു വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ ഈ ഓയിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പം ഫസ്റ്റ് അപ്ലൈ ചെയ്യണത് ഓയിൽ പെയിൻറ്റിൽ പ്രൈമറാണ്. അപ്പോൾ ഒരു വെതേർഡ് നനഞ്ഞിട്ടുള്ളൊരു സർഫസിൽ നമ്മളിപ്പോൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഡ്യൂറബിളായിട്ടും കിട്ടില്ല. നമുക്ക് അതിനൊരു ലൈഫ്, അതിൻ്റെ ആക്ച്വൽ ലൈഫ് എന്താണോ അത് നമുക്ക് അതിൻ്റെ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ദ പ്രസൻസ് ഓഫ് ഡാംനെസ് ഓൺ വാൾ സർഫസ് ഓൾസോ കൺസിഡറബിളി അഫക്റ്റ് ദ ലൈഫ് ഓഫ് പെയിൻറ്റ് കോട്ടിംഗ്. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു redecorate the surface finish with oil paint with a coating of fresh oil paint only. The layer of old oil paint serves as foundation for the fresh paint. അത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, മോസ്റ്റ് കോമൺലി യൂസ്ഡ് തിന്നർ ഇൻ ഓയിൽ പെയിൻറ്റ് ഈസ് ടർപ്പൻറ്റൈൻ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പഠിച്ച സമയത്ത് തിന്നർ, അതിൻ്റെ വീക്കിൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഓയിൽ പെയിൻറ്റിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് തിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർപ്പൻറ്റൈൻ ആണ്. നോർമലി പെയിൻറ്റിൻ്റെ ഫീൽഡുമായിട്ട് അറിയണവർക്ക് അറിയാൻ പറ്റും. നമുക്കത് ടർപ്പൻറ്റൈൻ ആണ് നമ്മൾ ഓയിൽ പെയിൻറ്റിൽ യൂസ് ചെയ്യണ തിന്നർന്ന്. അപ്പം അത്രയാണ് നമുക്കിപ്പം ഓയിൽ പെയിൻറ്റിൽ മനസ്സിലാക്കാനുള്ളത്. 3 കോട്ടായിട്ട് നമ്മൾ അടിക്കും. പിന്നെ അത് ചീപ്പാണ്, നമുക്ക് അത്യാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോമൺലി യൂസ്ഡ് തിന്നർ ഇൻ ഓയിൽ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർപ്പൻറ്റൈൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കാനുള്ളത് എമൽഷൻ പെയിൻ്റ് ആണ്. എമൽഷൻ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് എമൽഷൻ പെയിൻറ്റ്സ് ആർ അവൈലബിൾ. നമുക്കിപ്പം പലതരത്തിലുള്ള എമൽഷൻ പെയിൻറ്റും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ബൈൻഡിങ് മെറ്റീരിയൽ സച്ച് ആസ് പോളിവിനൈൽ അസറ്റേറ്റ്, സിന്തറ്റിക് റെസിൻസ് എക്സെട്ര. അതിൽ ബൈൻഡിങ് മെറ്റീരിയൽസ് ആയിട്ട് പോളിവിനൈൽ അസറ്റേറ്റും സിന്തറ്റിക് റെസിൻസും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദിസ് പെയിൻറ്റ് ഈസ് ഈസി ടു അപ്ലൈ ആൻഡ് ഡ്രൈസ് ക്വിക്ക്ലി ഇൻ അബൌട്ട് 1 to 2 hours. നമുക്കിത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ 1 to 2 hours ഇത് ഡ്രൈയും ആവുന്നുണ്ട്. ടൈമൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ദ കളർ ഓഫ് ദ പെയിൻറ്റ് ഈസ് റിട്ടൈൻഡ് ഫോർ എ ലോങ് പീരീഡ്. ഇത് നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആവുമെന്ന് പറഞ്ഞു, ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ലോങ് പീരീഡിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ദ സർഫസ് ഓഫ് പെയിൻറ്റ് ഈസ് ടഫ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലീൻഡ് ബൈ വാഷിംഗ് വിത്ത് വാട്ടർ. ദർ ഈസ് ആബ്സെൻസ് ഓഫ് ഓഡർ ആൻഡ് ദ പെയിൻറ്റ് പാസസ് എക്സലൻറ്റ് ആൽക്കാലിറ്റി റെസിസ്റ്റൻസ്.
ആൽക്കാലിറ്റി റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ നമുക്കിത് വാഷബിളാണ്. നമുക്കിപ്പോൾ വെള്ളം കൊണ്ട് ഈ ഒരു എമൽഷൻ പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് വാഷ് ചെയ്യാൻ പറ്റും. ഇത്രയും ബെനിഫിറ്റ്സ് എമൽഷൻ പെയിൻറ്റിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ദ ആപ്ലിക്കേഷൻ ഓഫ് എമൽഷൻ പെയിൻറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഐദർ ബൈ ബ്രഷ് ഓർ സ്പ്രേ ഗൺ. For long surface life, it is recommended to apply 2 coats of emulsion paint. For rough cement plastered surface, a thin coat of cement paint may be first applied to the smoothen of the surface. It is necessary to have a sound surface to receive emulsion paint. നമുക്കിത് ലോങ് ലൈഫ് കിട്ടണമെങ്കിൽ 2 കോട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ റഫായിട്ടുള്ള സർഫസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു സിമെൻറ്റ് പെയിൻറ്റ് എന്താ നമുക്ക് പഠിക്കാം. സിമെൻറ്റ് പെയിൻറ്റ് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് വേണം എമൽഷൻ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു ആ ഒരു കറക്റ്റ് സർഫസിൻ്റെ ഫിനിഷ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ നോക്കാനുള്ളത് സ്റ്റുക്കോ പെയിൻറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എമൽഷൻ പെയിൻറ്റ്. സ്റ്റുക്കോ പെയിൻറ്റ് എന്ന് പറയുന്നത് ചിലർക്ക് ഫെമിലിയർ ആയിരിക്കാം. ആ ഒരു പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൽഷൻ പെയിൻറ്റിന് എക്സാമ്പിളാണ്. പിന്നെ തേർഡ് വൺ നമുക്ക് നോക്കാനുള്ളത് എനാമൽ പെയിൻ്റ് ആണ്. എനാമൽ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. നമ്മളിപ്പം എമൽഷൻ പെയിൻറ്റിനെ പറഞ്ഞ പോലെ തന്നെ എനാമൽ പെയിൻറ്റും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് വൈറ്റ് ലെഡ് ഓർ സിങ്ക് വൈറ്റ്, ഓയിൽ, പെട്രോളിയം സ്പിരിറ്റ് ആൻഡ് റെസിനിയസ് മാറ്റേഴ്സ്. ഇത്രയും കണ്ടൻസ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഡ്രൈസ് സ്ലോലി ആൻഡ് ഫോംസ് എ ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ സർഫസ്. ഇപ്പം ഇതും നമുക്ക് ഈസിലി ഡ്രൈ ചെയ്യും. അതുപോലെ തന്നെ ഡ്യൂറബിൾ സർഫസും നമുക്ക് നൽകുന്നതാണ്. ദ സർഫസ് പ്രൊവൈഡഡ് വിത്ത് ദിസ് പെയിൻറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ആസിഡ്, ആൽക്കലീസ്, ഫ്യൂംസ് ഓഫ് ഗ്യാസ്, hot and cold water, steam, etc. It can be used for both internal and external wall. എനാമൽ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇൻറ്റേർണൽ വാളിലും അതുപോലെ തന്നെ എക്സ്റ്റേണൽ വാളിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു അപ്ലൈ എ കോട്ട് ഓഫ് ടൈറ്റാനിയം വൈറ്റ് ഇൻ എ പേൽ ലിൻസീഡ് ഓയിൽ ബിഫോർ ദ കോട്ട് ഓഫ് എനാമൽ പെയിൻറ്റ്. നമുക്കിതിൻ്റെ അപ്പിയറൻസ് കൂട്ടാണ്ടിയിട്ട് നമ്മളിപ്പം ടൈറ്റാനിയം വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ബേസിൽ നമ്മൾ ടൈറ്റാനിയം വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ സിമെൻറ്റ് പെയിൻ്റ് ആണ്. സിമെൻറ്റ് പെയിൻറ്റ് നമ്മൾ കുറച്ചൊന്ന് പറഞ്ഞല്ലോ. സിമെൻറ്റ് പെയിൻറ്റിൻ്റെ കോട്ടടിച്ചിട്ട് എമൽഷൻ അടിക്കുകയാണെങ്കിൽ അത് നമുക്ക് അപ്പിയറൻസ് കൂട്ടുന്നൊക്കെ റഫ് സർഫസിൽ. അപ്പോൾ നമുക്ക് ഈ സിമെൻറ്റ് പെയിൻറ്റ് എന്താണെന്ന് നോക്കാം. ദ പെയിൻറ്റ് കൺസിസ്റ്റ് ഓഫ് വൈറ്റ് സിമെൻറ്റ് പിഗ്മെൻറ്റ്സ്, ആക്സിലറേറ്റേഴ്സ് ആൻഡ് അതർ അഡിറ്റീവ്സ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡ്രൈ പൗഡർ ഫോം. നമുക്ക് സിമെൻറ്റ് പെയിൻറ്റ് അവൈലബിൾ ആവണത് ഡ്രൈ പൗഡർ ഫോമിലാണ്. It is available in variety of shades and exhibits excellent decorative appearance. It is a waterproof and durable. നമുക്ക് വാട്ടർ പ്രൂഫും ഡ്യൂറബിളും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിമെൻറ്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പൗഡർ ഫോമിലാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ വെറൈറ്റി ഷെയ്ഡിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ റഫ് സർഫസ് റാദർ ദാൻ സ്മൂത്ത് സർഫസ്. നമ്മൾ സ്മൂത്ത് സർഫസിനേക്കാളും റഫ് സർഫസിലാണ് സിമെൻറ്റ് പെയിൻറ്റ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇറ്റ് അപ്ലൈസ് ഓഫ് 2 coat. First coat is applied on wet surface but free from excess water and allowed to dry 24 hours. Second coat applied to give good appearance. നമ്മളിതിൻ്റെ ഫസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നനവുള്ളൊരു സർഫസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്ത് 24 hours അങ്ങനെ തന്നെ വിടുക. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുക ഒരു വെതേർഡ് ആയിട്ടുള്ള സർഫസിലാണ്, ഒരു വെറ്റ് സർഫസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് 24 hours അതിനൊരു ഡ്രൈ ചെയ്യാൻ അലോ ചെയ്യുക. അതിന് ശേഷം സെക്കൻഡ് കോട്ട് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാനാണ്. സ്നോസം ഈസ് ആൻ സിമെൻറ്റ് പെയിൻറ്റ്. സ്നോസം എന്ന് പറയുന്നത് സിമെൻറ്റ് പെയിൻറ്റിന് ഒരു എക്സാമ്പിളാണ്. അപ്പം അതും ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സ്നോസം എന്താണ്, ഏത് ടൈപ്പ് പെയിൻ്റ് ആണെന്നൊക്കെ. അപ്പം അതൊരു സിമെൻറ്റ് പെയിൻ്റാണ്. അപ്പം അത്ര എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇത് കംപ്ലീറ്റ് നമുക്ക് ഒരു
തിയറി മാത്രമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പഠിച്ച സമയത്തും നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിൽ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷേ പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ മേലെ ഒന്ന് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾ ഓരോന്നിൻ്റെതും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മൈൻഡിൽ നിൽക്കും. ഓരോന്നിൻ്റെതും കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം 10 പെയിൻറ്റ് പറയുന്നുണ്ടെങ്കിൽ 10 പെയിൻറ്റും എഴുതി വെച്ചിട്ട് അതിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് സബ് ടൈറ്റിൽ കൊടുത്തിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബിറ്റുമിനസ് പെയിൻ്റ് ആണ്. ദിസ് പെയിൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് ആസ്ഫാൾട്ട് ഓർ മിനറൽ പിച്ചസ് ഓർ വെജിറ്റബിൾ ബിറ്റുമിൻ ഇൻ എനി ടൈപ്പ് ഓഫ് ഓയിൽ ഓർ പെട്രോളിയം. This paint presents a black appearance. It is used for painting iron work under water. ബിറ്റുമിനസ് പെയിൻറ്റിൽ നോക്കാനുള്ളത് ഇതിൻ്റെ അപ്പിയറൻസ് ബ്ലാക്ക് കളറിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അയേൺ വർക്ക്, അണ്ടർ വാട്ടറുള്ള അയേൺ വർക്കിന് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബിറ്റുമിനസ് പെയിൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ അലൂമിനിയം പെയിൻറ്റ്. Very finely ground aluminum paint is suspended in either quick drying spirit varnish or slow drying oil varnish as per requirement. The spirit or oil evaporates, the thin metallic film of aluminum is formed on the surface. The surface of iron and steel are protected well with this paint. Widely used for painting gas tanks, water pipes and oil tanks. ഇതും അതുപോലെ തന്നെ അയേണും സ്റ്റീലിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സർഫസ് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ അലൂമിനിയം പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ അത് നമുക്ക് അയേണിനെയും സ്റ്റീലിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് പെയിൻറ്റിങ് ഗ്യാസ് ടാങ്ക്, അതുപോലെ തന്നെ വാട്ടർ പൈപ്പ്, ഓയിൽ ടാങ്ക്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇപ്പം ഗ്യാസ് ടാങ്ക്, വാട്ടർ പൈപ്പിലൊക്കെ നമ്മൾ ഏത് തരം പെയിൻറ്റാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അലൂമിനിയം പെയിൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് കൂടെ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വിസിബിൾ ഇൻ ഡാർക്ക്നെസ്. It resists heat to certain degree. Surface of iron and steel are better protected from corrosion by this paint than any other paint. It possesses a high covering capacity. A liter of paint can cover an area about 200 meter square. ഇതൊരു അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. It gives good appearance to the surface. It is impervious to moisture. ഇറ്റ് പോസസ് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇത്രയാണ് നമുക്ക് അലൂമിനിയം പെയിൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കവറേജൊക്കെ നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു കമ്പനി ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കവറേജിൽ ചേഞ്ച് വരും. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കാനുള്ളത് ആൻറ്റി കൊറോസീവ് പെയിൻ്റ് ആണ്. ആൻറ്റി കൊറോസീവ് പെയിൻ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ നെയിമിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ദിസ് പെയിൻറ്റ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് ഓയിൽ ആൻഡ് സ്ട്രോങ് ഡ്രൈയർ, എ പിഗ്മെൻറ്റ് സച്ച് ആസ് ക്ലോറിയം ഓക്സൈഡ്, ലെഡ്, പിന്നെ അതുപോലെ തന്നെ റെഡ് ലെഡ് ഓർ സിങ്ക് ക്രോം ഈസ് ടേക്കൺ ആൻഡ് ആഫ്റ്റർ മിക്സിങ് it with some quantity of very fine sand, it is added to the paint. Advantages of an anti-corrosive paints are: it is cheap, it lasts for the long duration, appearance of the paint is black. അപ്പോൾ നമുക്ക് ആൻറ്റി കൊറോസീവ് പെയിൻറ്റിൽ മെയിനായിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആയിരിക്കും കളറ്. അതുപോലെ തന്നെ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് എസെൻഷ്യൽ ഓയിൽ, എ സ്ട്രോങ് ഡ്രൈയർ, ലെഡ് ഓർ സിങ്ക് ക്രോം ആൻഡ് ഫൈൻലി ഗ്രൗണ്ട് സാൻഡ്. അപ്പം അത്രയും മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കൊളോയിഡൽ പെയിൻ്റ് ആണ്. കൊളോയിഡൽ പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഇനേർട്ട് മെറ്റീരിയൽ ഈസ് മിക്സ്ഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് പെയിൻറ്റ്. ഇതിൽ നമ്മൾ ഒരു ഇനേർട്ട് മെറ്റീരിയലും തന്നെ മിക്സ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇറ്റ് റിക്വയർസ് മോർ ടൈം ടു സെറ്റിൽ ആൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് സെറ്റിൽമെൻറ്റ് ഈസ് പെനിട്രേറ്റ്സ് ത്രൂ ദ സർഫസ്. സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് ഇത് സർഫസിലൂടെ തന്നെ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ ഇൻറ്റീരിയർ ആസ് വെൽ ആസ് എക്സ്റ്റീരിയർ വാൾസ്.
ഇൻറ്റീരിയറിലും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ വാളിലും നമ്മൾ കൊളോയിഡൽ പെയിൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിളാണ് ഡ്യൂക്കോ പെയിൻറ്റ്. അപ്പം ഓരോന്നിനും എക്സാമ്പിൾ പറയുന്ന സമയത്തും അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പം സിമൻറ്റ് പെയിൻറ്റിൻ്റെത് സ്നോസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എമൽഷൻ പെയിൻറ്റിൻ്റെത് സ്റ്റുക്കോ പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വൺ കൊളോയിഡൽ പെയിൻറ്റിൻ്റെത് ഡ്യൂക്കോ പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സെല്ലുലോസ് പെയിൻ്റ് ആണ്. ദിസ് പെയിൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ നൈട്രോ കോട്ടൺ സെല്ലുലോസ് ഷീറ്റ് ഫോട്ടോഗ്രാഫൈഡ് ഫിലിംസ്. An ordinary paint hardens by oxidation. Cellulose paint hardens by evaporation of thinning agent. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം ഓക്സിഡേഷൻ വഴിയാണ് ആ ഒരു സർഫസ് ഡ്രൈ ആവുന്നത്. നമ്മൾ ഡ്രയറിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ സെല്ലുലോസ് പെയിൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇവാപ്പറേഷൻ ഓഫ് തിന്നിങ് ഏജൻറ്റ് ത്രൂ ആണ് ഇതിൻ്റെ ആ ഒരു ഹാർഡ്നെസ് നമുക്ക് കിട്ടുന്നത്. It thus hardens quickly. It is a little more costly, but it presents a flexible, hard and smooth surface. ഇത് കോസ്റ്റ്ലി ആണ്, പക്ഷെ പെട്ടെന്ന് ഹാർഡാവും, നല്ല സർഫസും നമുക്ക് കിട്ടും. ഓൾസോ ദ സർഫസ് പെയിൻറ്റഡ് വിത്ത് ദ സെല്ലുലോസ് പെയിൻറ്റ് ക്യാൻ ബി വാഷ്ഡ് ആൻഡ് ഈസിലി ക്ലീൻഡ്. നമ്മളിപ്പം ഈ സെല്ലുലോസ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത ആ വാള് നമുക്ക് വാഷ് ചെയ്യാനും പറ്റും, പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റും. ഇതൊക്കെ തന്നെ സെല്ലുലോസ് പെയിൻറ്റിൻ്റെ ബെനിഫിറ്റ് ആണ്. അതുപോലെ ഈ സെല്ലുലോസ് പെയിൻറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ കോണ്ടാക്ട് വിത്ത് ഹോട്ട് വാട്ടർ ആൻഡ് ദ സർഫസ് ക്യാൻ സ്റ്റാൻഡ് എക്സ്ട്രീം ഡിഗ്രി ഓഫ് കോൾഡ് ആൻഡ് ഹീറ്റ്. നമുക്ക് ഈ കോൾഡിനെയും ഹീറ്റിനെയും ഒക്കെ അത്യാവശ്യം നല്ല റെസിസ്റ്റ് ചെയ്യാനുള്ള പവറുള്ള ഒന്നാണ് ഈ സെല്ലുലോസ് പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രയാണ് നമുക്ക് സെല്ലുലോസ് പെയിൻറ്റിൽ മനസ്സിലാക്കാനുള്ളത്. തിന്നിങ് ഏജൻറ്റ് വെച്ചിട്ടാണ് സെല്ലുലോസ് പെയിൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹോട്ടിനെയും കോൾഡിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ സെല്ലുലോസ് പെയിൻറ്റിനുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് ആസ്ബറ്റോസ് പെയിൻ്റ് ആണ്. ആസ്ബറ്റോസ് പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ peculiar type of paint and it is applied on the surface which are exposed to acid gases and steam. ആസിഡും ഗ്യാസസും സ്റ്റീമും ഒക്കെ ഉള്ള ആ ഒരു എക്സ്പോസ്ഡ് സർഫസിലാണ് നമ്മൾ മോസ്റ്റ്ലി ആസ്ബറ്റോസ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റൻസ് ടു ഫയർ. അതുപോലെ തന്നെ ഇത് ഫയറിനെ ഹൈലി റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്രാഫൈറ്റ് പെയിൻ്റ് ആണ്. ഗ്രാഫൈറ്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെയിൻറ്റ് പ്രസൻസ് എ ബ്ലാക്ക് കളർ ആൻഡ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ദ അയൺ സർഫസ് വിച്ച് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് അമോണിയ, ക്ലോറിൻ, സൾഫർ ഗ്യാസസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു സർഫസിലാണ് നമ്മൾ ഗ്രാഫൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇതും നമുക്ക് ബ്ലാക്ക് കളറിലാണ് കിട്ടുന്നത്. അപ്പം ഈ ബ്ലാക്ക് കളറിൽ വരുന്ന പെയിൻറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങളൊരു പേജിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. പിന്നെ നമുക്ക് ഗ്രാഫൈറ്റ് പെയിൻറ്റിൽ നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മൈൻസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് റെയിൽവേസ്. മൈൻസിലും അണ്ടർഗ്രൗണ്ട് റെയിൽവേസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് പെയിൻ്റാണ്. അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പെയിൻറ്റ് നമുക്ക് അണ്ടർഗ്രൗണ്ടിലും റെയിൽവേസിലും മൈൻസിലും ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറയാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ലുമിനസ് പെയിൻ്റ് ആണ്. ദിസ് പെയിൻറ്റ് കണ്ടെയ്ൻസ് കാൽസ്യം സൾഫേറ്റ് വിത്ത് വാർണിഷ്. ദ സർഫസ് ഓൺ വിച്ച് ലുമിനസ് പെയിൻറ്റ് ഈസ് അപ്ലൈഡ് ഷൈൻ ലൈക്ക് റേഡിയം ഡയൽസ് ഓർ വാച്ചസ് ആഫ്റ്റർ ദ source of light has been cut off. The paint should be applied on surface which are free from corrosion or any other lead paint. കൊറോഷൻ ഒന്നും എഫക്റ്റ് ചെയ്യാത്തൊരു ആ ഏരിയയിലാണ് നമ്മൾ ലുമിനസ് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് ഇനോഡറസ് പെയിൻ്റ് ആണ്. നോ ടർപ്പൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് പെയിൻറ്റ്. മെയിനായിട്ട് നമ്മൾ ഈ ഇനോഡറസ് പെയിൻറ്റിൽ ടർപ്പൻറ്റൈൻ യൂസ് ചെയ്യുന്നില്ല. ബട്ട് വൈറ്റ് ലെഡ് ഓർ സിങ്ക് വൈറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് മിഥലൈറ്റ് spirit which lead or zinc which is well ground in oil, shellac with some quantity of linseed oil and castor oil is dissolved in methyl spirit. ഇതാണ് ഇനോഡറസ് പെയിൻറ്റിൻ്റെത്. പിന്നെ നമുക്കിതിൽ നോക്കാനുള്ളത് ദ പെയിൻറ്റ് ഈസ് നോട്ട് ഡ്യൂറബിൾ ബട്ട് ഇറ്റ് ഡ്രൈസ് ക്വിക്ക്ലി. ദ മിഥൈൽ
The methylated spirit evaporates and a film of shellac remains on the surface. ഈ ഒരു മീഥൈലേറ്റഡ് സ്പിരിറ്റ് ഇവാപ്പറേറ്റ് ചെയ്യും, പക്ഷേ ഈ ഷെല്ലാക്കാണ് നമുക്ക് ആ ഒരു സർഫസിൽ റിമൈൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഡ്യൂറബിളും അല്ല, പക്ഷേ ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് പറഞ്ഞേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കുക. ഇത് ജസ്റ്റ് അറിയണവർ, എല്ലാം അറിയണമെന്ന് അത്യാവശ്യം കുറച്ചുകൂടി അറിയണം എന്നുള്ളവർ മാത്രം നോക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പ്ലാസ്റ്റിക് പെയിൻ്റ് ആണ്. പ്ലാസ്റ്റിക് പെയിൻറ്റ് ഈ ഒരു കാൽസൈൻഡ് ആൻഡ് ഫൈനലി ഗ്രൗണ്ട് സിലിക്കൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് പെയിൻറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ വായിക്കാം. ദിസ് പെയിൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിങ് കാൽസൈൻഡ് ആൻഡ് ഫൈനലി ഗ്രൗണ്ട് സിലിക്ക വിത്ത് റെസിനിയസ് സബ്സ്റ്റൻസ്. ദ പെയിൻറ്റ് വെൻ ഡ്രൈസ് ഫോംസ് എ ഹാർഡ് സർഫസ് ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂറബിൾ. It can stand extreme heat and it adheres firmly to brick also. It is not affected by alkalis. No chemical action take place on metals by this paint. Dryer used with this paint should be of special സിലിക്കേറ്റ് ഡ്രയർ ടൈപ്പ്. നമ്മൾ ഇതിൽ ഒരു സ്പെഷ്യൽ സിലിക്കേറ്റ് ഡ്രയർ ടൈപ്പാണ് ഡ്രയറായിട്ട് യൂസ് ചെയ്യുന്നത്. സിലിക്കേറ്റ് പെയിൻറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഡയറക്ട്ലി ഓൺ ബ്രിക്ക്, പ്ലാസ്റ്റർ ഓർ കോൺക്രീറ്റ് സർഫസ്. ദീസ് സർഫസ് ഷുഡ് ബി മെയ്ഡ് വെറ്റ് ബിഫോർ ദ പെയിൻറ്റ് ഈസ് അപ്ലൈഡ്. 2 or 3 coats of silicate paints are recommended and it is not necessary to have a prime coat. അപ്പം ഇത്രയാണ് നമ്മൾ ഇത് ഒരു നോർമലി ഒരു വെറ്റായിട്ടുള്ള സർഫസിലാണ് ഈ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഡ്രൈ ചെയ്യാൻ നോർമൽ ടൈമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ദ ടൂൾസ് വിച്ച് യൂസ്ഡ് ഫോർ അപ്ലൈ ദിസ് പെയിൻറ്റ് ക്ലീൻസ് ഇമ്മീഡിയറ്റ്ലി വിത്ത് വാട്ടർ ആഫ്റ്റർ യൂസ്. The surface should not be painted with these paint is hot weather. അപ്പം അത്രയാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ സിലിക്കേറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു പെയിൻറ്റ് സർഫസിൽ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൂള് നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യണം, പിന്നെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ദ സർഫസ് ഷുഡ് നോട്ട് ബി പെയിൻറ്റഡ് വിത്ത് സിലിക്കേറ്റ് പെയിൻറ്റ് ഇൻ ഹോട്ട് വെതർ. ഹോട്ട് വെതറിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പം പെയിൻറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത്ര നല്ലതല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിലെന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഡ്രയർ യൂസ്ഡ് ഇൻ ദിസ് പെയിൻറ്റ് ഷുഡ് ബി എ സ്പെഷ്യൽ സിലിക്കേറ്റ് ഡ്രയർ ആണ് വരുന്നത്. അപ്പം അത്രയും മനസ്സിലാക്കി വെക്കുക പ്ലാസ്റ്റിക് പെയിൻറ്റിൽ. പിന്നെ ലാസ്റ്റ് വൺ നോക്കാനുള്ളത് സിന്തറ്റിക് റബ്ബർ പെയിൻ്റ് ആണ്. ദ പെയിൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റെസിൻസ്. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ പെയിൻറ്റ്സ് ആർ ഇറ്റ് ഡ്രൈസ് ക്വിക്ക്ലി, it offers resistance to water and it is not affected by heavy rains. A uniform color is maintained when this paint is applied on the surface. It's a little affected by weather and sunlight. It can be applied on the surface which may not be completely dry, example fresh concrete. It moderates in cost and covers a sizable area. It is easy to apply on the surface. It possesses excellent chemical resisting property. അപ്പം ഇത്രയാണ് നമ്മളിപ്പോൾ ഒരു സിന്തറ്റിക് റബ്ബർ പെയിൻറ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് നോക്കേണ്ടത്. പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വെതർ ഏജൻസ്, സൺലൈറ്റ് അങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഈസിലി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഓൾമോസ്റ്റ് നമുക്ക് പെയിൻറ്റിനൊക്കെ നമ്മൾ പറയണതാണ്. അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നോക്കി വെക്കുക. അപ്പം ഇതിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുക പ്ലാസ്റ്റിക് പെയിൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇനോഡറസ് പെയിൻറ്റൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. കൺഫ്യൂഷനായിട്ട് എടുത്ത് പഠിക്കണം എന്നില്ല, നിങ്ങൾ ഇത്രയും പെയിൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു പോർഷനിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അത് കവർ ചെയ്തിട്ട് അത് പഠിച്ചു വെക്കുക. നിങ്ങൾ ഈ ഒരു തിയറി പഠിക്കുന്നതിലും നല്ലത് ഇത് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പം ഇത്രയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പെയിൻറ്റും
ആ ഒരു പെയിൻറ്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ടൈപ്പ് ഓഫ് പെയിൻറ്റ്സ് ആണ്. അതിൽ ഓൾമോസ്റ്റ് പെയിൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൺഫ്യൂഷൻ ആവുന്ന ഫാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇന്ന പെയിൻ്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ബുക്സ് ഉണ്ടെങ്കിൽ ബുക്സിൽ റെഫർ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മൈൻഡിൽ വെക്കരുത്. അത് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് ഡൗട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ മാക്സിമം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ തിയറി പോർഷനാണ്, എന്തായാലും നമുക്ക് വലിയ താല്പര്യമുള്ളതൊന്നും ആയിരിക്കില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ടൈപ്സും കാര്യങ്ങളും എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ നോക്കുക. എങ്കിലാണ് നമുക്കതൊരു കറക്റ്റ് ഒരു ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ആവുള്ളൂ. ജസ്റ്റ് ഇതിങ്ങനെ ക്ലാസ് കേട്ട് പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, കാരണം ഇതൊരു തിയറി സബ്ജക്റ്റ് റിലേറ്റഡ് പോലെയാണ് വരുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. അതിൽ തന്നെ പെയിൻറ്റിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ മൈൻഡിലേക്ക് നിൽക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പം മാക്സിമം പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണോ മൈൻഡിലേക്ക് കയറുക അതേ രീതിയിൽ പഠിക്കാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് എന്തായാലും എടുക്കുന്നതാണ്. നമ്മളിപ്പം ടോപ്പിക്ക് കവർ ചെയ്തിട്ടാണ്, ഓരോ ടോപ്പിക്ക് കവർ ചെയ്തിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ബിൽഡിംഗ് ബൈ ലോൻ്റെ ക്ലാസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഈ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനും ഗ്യാപ്പിലായിട്ട് എന്തായാലും ആഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.